ഓർക്കസ്ട്രയുടെ ലിസ്റ്റാ. ഇത് ലാസ്റ്റ് പാട്ടാ. അനൗൺസ് ചെയ്യുമ്പോൾ അവസാനം എന്റെ പേര് കൂടെ പറഞ്ഞേക്കണേ. ഗ്രൂപ്പ് മാനേജർ സജീവ് പട്ടാമ്പി. എന്താ സജീവ് പട്ടാമ്പി? യൂറോപ്പ് ട്രിപ്പിന്റെ വിസ തന്നടാ. അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുള്ള സഹിച്ചേട്ടാ. ഷടാ എന്തു പറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗാ. ആരടാ? കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ സേവിയർ ലിൻഡോ കുണ്ടറദാസ്. വയലിൻ സെറ്റപ്പ് ഫുൾ ഉണ്ട്. തുമ്പ ജോയ്. തുമ്പ ജോയും ഉണ്ട്. തബല സുരേന്ദ്രൻ ചാക്കോ. ആ വള്ളികെട്ടി ചാക്കോ കിടക്കുന്നുണ്ട്. പ്രബേന്ദു ഇലക്ട്രിക് ഗിറ്റാർ. റസാഖേ, നമ്മുടെ പ്രബേന്ദുവിനെ വിസില്ലാത്തത്. എന്നിട്ട് ഓക്കെ ഓക്കെ, ഇനി ഞാൻ കുറച്ച് മയങ്ങട്ടെ. എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവുള്ളൂ. അതെ അതെ അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്, അപ്പൊ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞാ എന്താണ്? അപ്പൊ എന്നോടൊന്നും ചോദിക്കണ്ടേ? ഒറ്റ സെക്കൻഡ്, ഈ OTP സെറ്റ് ചെയ്തോട്ടെ. നിക്ക് അടിക്കല്ലേ. എടാ, ഇലക്ട്രിക് ഗിറ്റാർ കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. സാറിന് കോഴി പൊരിച്ചെടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യലാ. കാട ഫ്രൈ ഉണ്ട്, പോർക്കും കുറുക്കുണ്ട്. കിടുവാ. നീ ഒന്ന് പോ. അങ്ങനെ നമ്പൂരിയാ വെജ്. അതിൽ പോർക്ക് മാറ്റി കുറുക്ക് മാത്രം എടുക്കാം. ചേടാ, ഇത് സദ്യ ഒന്നും അല്ലല്ലോ ഇങ്ങനെ വിളമ്പാൻ. നിനക്ക് പണം തരണ്ടേ? ഈ കുരുത്തം കേട്ടോ എല്ലായിടത്തിനും പോയിട്ട് തന്നെ ചോദിക്കോ? എല്ലാവർക്കും ഓംലെറ്റിനുള്ള ബഡ്ജറ്റിന്റെ കമ്മിയാണ്. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോ ആ സ്പോൺസർ വഴി ഒരു മെസ്സേജ് അയച്ചിട്ട് അത് നോക്ക്. ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ടിയതല്ല മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. പ്രബേന്ദു ചേച്ചി അവന്റെ പ്രഭേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്ന് കരുതരുത്. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? 2 മാസത്തിന് താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടണോ? പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ, നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ? നിന്റെ ഈഗോ കാരണല്ലേ പൂണൂലും പൊട്ടിച്ച് പാൻറ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. അല്ല പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പം A.R. റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിൽ ചോറും പോയി അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നെങ്കിലേ നമ്മളിന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമായിരുന്നോ? പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നിന്റെ ഈ പാഷനെ പറ്റിയിട്ടാണ്.